യെസ്, സച്ചിൻ ഇപ്പോൾ ചേരുന്നുണ്ട്. സ്വാലിഹിലേക്ക് പെട്ടെന്ന് എത്താം. സച്ചിൻ, ഇവരിൽ ആരുടെ വീട്ടിലാണ് സച്ചിൻ ഇപ്പോൾ ഉള്ളത്? കാവ്യ, ഞാനിപ്പോൾ നിൽക്കുന്നത് നിദ ഫാത്തിമയുടെ വീട്ടിലാണ്. അതായത് അവസാനത്തെ ഈ തുപ്പനാട് മെയിൻ റോഡിൽ നിന്നും വരുമ്പോൾ ഇരുവശങ്ങളിലുമായിട്ടാണ് 4 പേരുടെയും വീടുകൾ വരുന്നത്. അതിൽ അവസാനത്തെ വീടാണ് നിദ ഫാത്തിമയുടെ വീട്. കുറച്ച് റോഡിൻ്റെ അവസാന ഭാഗത്തായിട്ടാണ് വരുന്നത്. ആ വീട്ടിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. നിരവധി പേരാണ് 4 പേരുടെയും വീടുകൾ സന്ദർശിക്കാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത്. സമീപവാസികളും അതേപോലെ തന്നെ ഒരുമിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് മറ്റ് ഈ സമൂഹത്തിലെ വിവിധ മേഖലകളിൽപ്പെട്ടവരൊക്കെ ഇവിടെ എത്തുന്നുണ്ട്. ഓരോ ആളുകളും വീട്ടിൽ വളരെ വികാരഭരിതമായി തന്നെയാണ് ഈ വീടുകൾ സന്ദർശിക്കുമ്പോൾ അവരുടെ മുഖത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം കണ്ണീരണിഞ്ഞുകൊണ്ടാണ് 4 പിഞ്ചോമനകളെയാണ് ഈ തുപ്പനാട് നിവാസികൾക്ക് നഷ്ടപ്പെട്ടത്. 4 പേരും ഈ നാട്ടുകാരുടെ പ്രിയപ്പെട്ടവരായിരുന്നു. കാരണം ഒരുമിച്ച് കളിച്ചു വളർന്നവരായിരുന്നു ഈ 4 പേരും. മറ്റ് വിദ്യാർത്ഥികൾക്കൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നവരാണ്. ആ വിദ്യാർത്ഥികളിൽ പെട്ട 4 പേരെയാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ദാരുണമായ അപകടത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. നാട്ടുകാരുടെയൊക്കെ പ്രിയപ്പെട്ടവരായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നിരവധി ആളുകളാണ് പുലർച്ചയോടുകൂടി മൃതദേഹം പാലക്കാട് നിന്നും തുപ്പനാട് ഇവരെ വീടുകളിലേക്ക് എത്തുമ്പോൾ ഈ റോഡിന് ഇരുവശങ്ങളിലുമായി കാണാൻ വേണ്ടി സാധിച്ചത്. നിരവധി പേര് ഈ വീടുകളിൽ പുലർച്ചെ മുതൽ സന്ദർശനം നടത്തിയിരുന്നു. ഇപ്പോഴും ഓരോ വീട്ടിൽ നിന്നും വീട്ടിലേക്കും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. 4 പിഞ്ചോമനകളെയും അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എല്ലാ വീടുകളിലേക്കും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. കാവ്യ പറഞ്ഞതുപോലെ തന്നെ അല്പസമയത്തോടുകൂടി വീടുകളിൽ നിന്ന് മൃതദേഹം കരിമ്പനക്കൽ ഹാളിലേക്ക് എത്തിക്കും. അവിടെ പൊതുദർശനം നടക്കുന്നുണ്ട്. അവിടെയാണ് സംസ്ഥാന മന്ത്രിമാരായ മന്ത്രി എം പി രാജേഷും കെ കൃഷ്ണൻകുട്ടി അടക്കമുള്ളവർ അവിടെ എത്തി ആദരാഞ്ജലികൾ അർപ്പിക്കും. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അടക്കമുള്ള ആളുകൾ പാലക്കാട് കല്ലടിക്കോട് എത്തും എന്ന കാര്യം MLA കെ ശാന്തകുമാരി നേരത്തെ നിദ ഫാത്തിമയുടെ വീട് സന്ദർശിച്ചതിന് ശേഷം പറഞ്ഞിട്ടുണ്ട്. കൃത്യമായി ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ആദരവോടുകൂടി തന്നെയാണ് ഇവരുടെ ഖബറടക്കം നടക്കുക. അതുപോലെ തന്നെ വീടുകളിൽ എത്തുന്ന ഓരോ മത സാമുദായിക നേതാക്കളൊക്കെ ഇവർക്ക് അവസാനമായി നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു കാര്യം അവരുടെ പ്രാർത്ഥനയാണ്. മുസ്ലിം മതവിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ വിദ്യാർത്ഥികൾക്കും ഈ സമീപത്തെ മത നേതാക്കളൊക്കെ എത്തി അവർക്ക് പ്രാർത്ഥന നൽകിക്കൊണ്ട് ആദരവ് അർപ്പിക്കുകയാണ്. ആ പ്രാർത്ഥനാ ചടങ്ങിൽ സമീപവാസികളും അതേപോലെ തന്നെ നാട്ടുകാരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയൊരു ആദരവ് നൽകിക്കൊണ്ട് തന്നെയാണ് ഈ പിഞ്ചോമനകളെ പാലക്കാട് തുപ്പനാട് നിന്നും യാത്ര അയക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒരുമിച്ച് പഠിച്ചവർ, ഒരുമിച്ച് യാത്ര ചെയ്തവർ, അവർ ഇപ്പോൾ ഒരുമിച്ച് മടങ്ങുകയാണ്. ഒരുമിച്ച് മടങ്ങുന്നൊരു സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കാരണം എല്ലാ കുട്ടിക്കാലം മുതൽ ഒരുമിച്ചുണ്ടായിരുന്നവരാണ് ഇപ്പോൾ മരണത്തിലും ഒരുമിച്ച് പോകുന്നത്. വലിയ ഒരു ദുഃഖകരമായ സ്ഥിതി തന്നെയാണ് ഇപ്പോൾ പാലക്കാട് ഓരോ വീടുകളിലും കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പരീക്ഷ കഴിഞ്ഞ് വീടുകളിലേക്ക് മടങ്ങുന്ന ഓരോ വീടുകളിലേക്കും ഇന്നലെ വൈകിട്ടോടുകൂടി എത്തേണ്ടവരായിരുന്നു. അവരാണ് ഇപ്പോൾ ചേതനയേറ്റ് വീടുകളിലെത്തിയിരിക്കുന്നത്. പരീക്ഷ കഴിഞ്ഞ് വൈകിട്ട് 3:45 കൂടിയാണ് കല്ലടിക്കോട് പനയമ്പാടത്ത് വെച്ച് അപകടം നടക്കുന്നത്. പാലക്കാട് നിന്നും സിമൻറ്റ് കയറ്റി വന്ന ലോറി മറ്റൊരു ലോറിയിൽ തട്ടി നിയന്ത്രണം വിട്ടതിന് ശേഷം കുട്ടികളുടെ മേലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ആ ലോറിക്കടിയിൽപ്പെട്ടവർ 3 പേർ സ്ഥലത്ത് ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ മരിച്ചിരുന്നു. മറ്റൊരു വിദ്യാർത്ഥി പാലക്കാട് മണ്ണാർക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്.
മറ്റൊരു വിദ്യാർത്ഥി 5 പേരായിരുന്നു ഇവർ ഒരുമിച്ച് സ്കൂൾ വിട്ട് വീട്ടുകളിലേക്ക് മടങ്ങുമ്പോൾ 5 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു കുട്ടി തലനാര് ഇഴക്കാണ് രക്ഷപ്പെട്ടത്. കുട്ടി ചാടി അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. ഇവർ ഒരുമിച്ച് പോകുന്ന CCTV ദൃശ്യങ്ങളടക്കം ഇന്നലെ പുറത്തു വന്നിരുന്നു. അത്തരത്തിൽ എല്ലാ കാലത്തും യാത്രകളിലും അതേപോലെ തന്നെ പഠനത്തിലൊക്കെ ഒരുമിച്ച് അവരാണ് ഇപ്പോൾ മരണത്തിലും ഒരുമിച്ച് യാത്രയാവുന്നത്. വലിയ ദുഃഖത്തോടെ തന്നെയാണ് ഇപ്പോൾ നാട് ഇവർക്ക് യാത്രയയപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നത്. മതവിഭാഗത്തിൻ്റെ പ്രാർത്ഥന ചടങ്ങടക്കം ഓരോ നേതാക്കളും എത്തുമ്പോൾ അർപ്പിക്കുന്നുണ്ട്. ആ ചടങ്ങുകളിൽ നാട്ടുകാരും പങ്കുചേരുന്നു. അങ്ങനെ ഒരു നിർഭരമായ ഒരു സ്ഥിതി തന്നെയാണ് ഇപ്പോൾ പാലക്കാട് ശരിയാണ് സച്ചിൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാ സമയത്തും ഒരുമിച്ചുള്ള 4 കൂട്ടുകാർ കൂടിയാണ് അവർ. സഹപാഠികൾ മാത്രമല്ല, കുട്ടിക്കാലം മുതലേ ഒന്നിച്ച് കളിച്ച് വളർന്ന കൂട്ടുകാരികൾ കൂടിയാണ് അവർ. ഒരുമിച്ച് മടങ്ങുന്നു എന്ന സത്യം ഉൾക്കൊള്ളാൻ കഴിയാതെ ഒരു നാടൊന്നാകെ തേങ്ങുകയാണ്. നമ്മൾ കാണുന്ന ദൃശ്യങ്ങളൊക്കെയും എങ്ങനെയാണ് ഇവരെ സമാധാനിപ്പിക്കേണ്ടതെന്നറിയാതെ വലിയൊരു സംഘം ആളുകൾ അവിടെയൊക്കെയും ഉണ്ട്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. ആ കുടുംബത്തെ, ആ നാടിനെ, അവരുടെ കൂട്ടുകാരെ, അധ്യാപകരെ ഒക്കെയും ചേർത്ത് പിടിക്കുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ആദരസൂചകമായി 2 മന്ത്രിമാരും ഇപ്പോൾ പൊതുദർശനം നടക്കുന്ന കരിമ്പനക്കൽ ഹാളിലേക്ക് അല്പസമയത്തിനകം എത്തും.